അനുമാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസ് ഏത് സാധ്യതയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്? കുഞ്ഞ് തനിച്ചായിരിക്കുമോ ഇവിടെ പോവുക? കാരണം പതിവായിട്ടൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കുട്ടിയും വീട്ടുകാർക്കൊപ്പം മുതിർന്നവർക്കൊപ്പം ഒക്കെ ഇവിടേക്ക് പോകാൻ ഇടയുണ്ട്, പോകുന്ന ഇടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരിചയം അതല്ല, ഇനി മറ്റാരെങ്കിലും ഇടപെട്ട് ബാഹ്യമായ ഇടപെടലിലൂടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണോ? പ്രശ്നങ്ങൾ വഷളാവുമെന്ന് കണ്ടുകൊണ്ട് ഈ കുട്ടിയെ ഈ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചതാകുമോ? അതിനുള്ള സാധ്യതകൾ എത്രത്തോളം പോലീസ് കാണുന്നുണ്ട്? ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ നില എവിടെ എത്തിയിരിക്കുന്നു അനന്ത്? പ്രതീഷ്, ഇപ്പോൾ അമൽ കാണിച്ചു തന്ന സ്ഥലത്തെ ആ കുഴിയിലാണ്, അഞ്ചര അടി താഴ്ചയുള്ള കുഴിയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടെ കുഞ്ഞിനെ കണ്ടെത്തുന്നത്. കുഞ്ഞിനെ പോലീസുകാർ കണ്ടെത്തുമ്പോൾ മയങ്ങിയ നിലയിൽ മലന്ന് കിടക്കുന്ന നിലയിലായിരുന്നു, കിടത്തി വെച്ചതുപോലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും ഉപേക്ഷിച്ചതാണ് എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ മുഴുവൻ ശേഖരിച്ച് പരിശോധിച്ചു. പക്ഷേ ഒരാളും ആ ഭാഗത്തേക്ക് വരുന്നതായി ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കുഞ്ഞ് ഒറ്റയ്ക്ക് ഈ പ്രദേശത്തേക്ക് നടന്നു വരാനുള്ള സാധ്യതയ്ക്ക് മുൻഗണന നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതിന് അങ്ങനെ ഒരു സാഹചര്യം പരിഗണിക്കാനുള്ള കാരണം ഈ കുഞ്ഞിന് വലിയ പരിചയമുള്ള ഒരു സ്ഥലമാണ് ഈ കുഴിയും പ്രദേശവും. കാരണം ഈ നാടോടി സംഘം ഈ സ്ഥലത്ത് നിന്ന് 350 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു മൈതാനത്താണ് തമ്പടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് സ്ഥിരമായി ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കളും സംഘാംഗങ്ങളും മറ്റു കുട്ടികളും ഒക്കെ കുളിക്കാൻ വരുന്നത് ഈ കുഞ്ഞ് കിടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കുളത്തിലാണ്. അപ്പോൾ ഈ കുട്ടികൾ ഒക്കെ അവർ സംഘം ചേർന്നും ഈ സ്ഥലത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞും ആ സ്ഥലത്ത് വരാറുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ പരിചിതമായ സ്ഥലത്തേക്ക് കുഞ്ഞ് നടന്നു വരാനുള്ള സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം കൂടി തേടുന്നുണ്ട്. മറ്റൊന്ന്, ഈ കുഞ്ഞ് എങ്ങനെ ആ 5.5 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് അകപ്പെട്ടു എന്നുള്ളതാണ്. അത് വീണ് കഴിഞ്ഞാൽ എങ്ങനെയായാലും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ പരിക്ക് ഏൽക്കും. പക്ഷേ ഒരു പോറൽ പോലും ആ കുഞ്ഞിനെ ഏറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് പരിശോധിക്കുമ്പോൾ വശത്തുകൂടി ഒരു ചരിഞ്ഞ സ്ഥലമുണ്ട്, ഇങ്ങനെ ഇറങ്ങി വീഴാതെ ഇറങ്ങാൻ എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. മറ്റൊരു സാധ്യത പോലീസ് പരിശോധിച്ചത് ഈ റെയിൽവേ ട്രാക്ക് വഴി നടന്നു വരുന്ന ആരെങ്കിലും ഈ കുഞ്ഞിനെ തട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ, പിന്നീട് അവിടെ ഉപേക്ഷിച്ച് പോയതാണോ എന്നാണ്. പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ, ഈ കുഴിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ അപരിചിതർ പലരും വന്നിരിക്കാറുണ്ട്. ഈ നാട്ടുകാർ തന്നെയും വന്നിരിക്കാറുണ്ട്. ഈ നാടോടി സംഘത്തിൽപ്പെട്ടവരും വന്നിരിക്കാറുണ്ട്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവൊക്കെ വലിക്കുന്നവർ ഈ ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഈ ട്രാക്കിൽ വന്നിരുന്ന് അത് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ ഈ ലഹരി സംഘങ്ങൾ വല്ലതുമാണോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള പരിശോധന, അല്ലെങ്കിൽ അത് പരിഗണിച്ചപ്പോൾ കുഞ്ഞിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതല്ലേ? കുഞ്ഞ് കാരണം ഈ സ്ഥലത്തേക്ക് പോകാറുള്ള ഒരു സാധ്യതകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ ഇനി കുഞ്ഞിനെ കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നേരെയാകുമ്പോൾ കൊണ്ടുവന്ന സ്ഥലത്ത് ഒരു റീക്രിയേഷൻ എന്ന നിലയിൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഇനി പോലീസ് പരീക്ഷിച്ചേക്കാവില്ലേ? ഇനിയിപ്പോൾ ആകെ പോലീസിന്റെ മുന്നിൽ ഒരു പോംവഴി കുഞ്ഞിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടുക എന്നുള്ളതാണ്. 2 വയസ്സേ ഉള്ളൂ. എത്രത്തോളം കൃത്യത ഉണ്ടാകുമെന്നുള്ള ഒരു വ്യക്തതയുമില്ല. മാത്രമല്ല, ഈ ഡോക്ടർമാർ അനുവദിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളെ കൊണ്ട് എങ്ങനെയാണ് കുഞ്ഞ് അവിടെ എത്തിയതെന്ന് അതിനറിയാവുന്ന രീതിയിൽ പറയിക്കാൻ ശ്രമിക്കും. അത് ഒരു നിർണായകമായ വിവരമാണ്. എന്ത് കിട്ടിയാലും, ആ കുഞ്ഞിൽ നിന്ന് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് ഈ കേസിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വന്നതാണോ എന്ന സാധ്യതയ്ക്ക് മുൻഗണന നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അക്കാര്യത്തിൽ കുഞ്ഞിന്റെ മൊഴി കൂടി, അല്ലെങ്കിൽ കുഞ്ഞ് പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് കൂടിയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ ഒരു കിഡ്നാപ്പിംഗിന്റെ സാധ്യതയോ അതല്ലെങ്കിൽ കുഞ്ഞിനെ തട്ടിയെടുത്ത ശേഷം പിടിക്കപ്പെടുമെന്നായപ്പോൾ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചു. 2 വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞിന്. കാരണം പരിമിതമാണ്. കുഞ്ഞിന് മറ്റൊരു തരത്തിലും മാനസികമായിട്ടൊക്കെ ഒന്നും ക്ഷതമേൽക്കാത്ത രീതിയിൽ വേണമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ. അപ്പോൾ